മ്യാൻമാർ പ്രഭവ കേന്ദ്രമായി ഉണ്ടായ വൻ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 100ഓളം പേരുടെ മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മധ്യ മ്യാൻമാറിൽ നിന്ന് തുടങ്ങിയ പ്രകമ്പനം തായ്ലൻഡിലും കാര്യമായ നാശം വിതച്ചു. ഭൂകമ്പത്തിന്റെ വ്യാപ്തിയാണ് അപകടത്തിന്റെ ഭീകരത കൂട്ടുന്നത്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 1000 കിലോമീറ്ററിലേറെ ദൂരത്തുള്ള ബാങ്കോക്കിൽ വൻ കെട്ടിടം ഭൂചലനത്തിൽ നിലം പൊത്തി. നിരവധി പേർ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഉമൈബാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമൈബാൻ, ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. 100ലേറെ മരണം ഉണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം അത് ഏതെല്ലാം തരത്തിൽ വരുന്നുണ്ട്? ഈ രക്ഷാപ്രവർത്തനം അതെങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ ലഭിക്കുന്നു? പൂജ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ദൃശ്യങ്ങൾ തന്നെ മതി ഈ വലിയ ഭൂചലനം എത്രത്തോളം ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എത്രത്തോളം നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ കണ്ടത് ബാങ്കോക്കിലെ ഒരു 30 നില കെട്ടിടം തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ്. എത്രയോ അനവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പലരും ജീവനോടെ രക്ഷപ്പെടില്ല എന്നുള്ള ആ നിലയിലേക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. കാരണം അത്രമാത്രം വലിയ ആഘാതം ഈ മ്യാൻമറിലും തായ്ലൻഡിലും ഉണ്ടായി. തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിനെ അടിമുടി വിറപ്പിച്ചിരിക്കുകയാണ് ഈ ഭൂകമ്പം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തായ്ലൻഡിലെ ഈ ഭൂകമ്പമുണ്ടായ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 1200 കിലോമീറ്റർ ഉണ്ട്. അക്കാര്യം ഒന്ന് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം പൂജ. കാരണം 1200 കിലോമീറ്റർ അകലെയുള്ള തലസ്ഥാനമായ ബാങ്കോക്കിനെ പോലും വിറപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യാപ്തിയിലാണ് ഈ ഭൂകമ്പം ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പല ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ കണ്ടു. പക്ഷേ ഇതിന്റെ ഏറ്റവും ഭീകരത വലിയ തോതിൽ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ബാങ്കോക്കിൽ ആ തലസ്ഥാന നഗരത്തെ അടിമുടി വിറപ്പിച്ചിരിക്കുകയാണ്. 30 നില കെട്ടിടം നിലം പൊത്തുകയാണ്. അവിടെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷേ സാധ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ പോയി ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബാങ്കോക്കിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായതെങ്കിൽ പോലും മറ്റ് പല മേഖലകളിലും ഇപ്പോൾ മണ്ടാല എന്ന് പറയുന്ന മ്യാൻമറിന്റെ ഒരു പ്രധാനപ്പെട്ട നഗരത്തെ പോലും ഇത് വിറപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു പള്ളി തകർന്നു വീണു. അങ്ങനെ പള്ളികൾ, കെട്ടിടങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, അങ്ങനെ സകലമാനം നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഭൂകമ്പം താണ്ഡവമാടിയിരിക്കുന്നത് എന്നുള്ളതാണ് മ്യാൻമറിലും നമ്മൾ കണ്ടു. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് മ്യാൻമറിലും അതുപോലെ തന്നെ ഈ തായ്ലൻഡിലും 2 രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഭൂകമ്പം ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടം എത്രത്തോളം വലുതാണ് എന്നുള്ളതിന്റെ ഭീകരത നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ മരണം എന്ന് പറയുന്നത് ഇപ്പോൾ മ്യാൻമറിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഔദ്യോഗികമല്ല, അനൌദ്യോഗിക കണക്കാണ്. 100ലേറെ പേർ മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ വ്യാപ്തി, ഇതുണ്ടാക്കിയ ആഘാതം അത് വളരെ വലുതാണ്. അതുകൊണ്ട് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളും കൂടുതലാണ്. തായ്ലൻഡിൽ ഇതുവരെ അനൌദ്യോഗികമായിട്ട് പോലും എത്രയാണ് ആ മരണക്കണക്ക് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. വലിയ തോതിലുള്ള ഒരു നടുക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ തുടർചലനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭീതി, ആശങ്ക മണിക്കൂറുകളോളം നിലനിന്നിരുന്നു. പ്രാദേശിക സമയം മ്യാൻമറിൽ ഒരു 12:50 കൂടിയാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്. പിന്നീട് തുടർചലനങ്ങൾ ഉണ്ടാകുന്നു. 7.7 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇത് വ്യാപിക്കുകയായിരുന്നു. ചൈനയിലെ യുവാനിലേക്ക് വരെ ഇതിന്റെ പ്രകമ്പനം ഉണ്ടാകുന്നു. അവിടെയും വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടാകുന്നു. എന്തായാലും മ്യാൻമറിലെ നൈപ്പിഡോയിലും കാര്യമായിട്ടുള്ള കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. റെയിൽ എന്തായാലും എത്രത്തോളം വലിയൊരു വ്യാപ്തിയാണ് ഉണ്ടായിരിക്കുന്നത്, അതിൽ എത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ട് ഈ ദൃശ്യങ്ങൾ പോലും കാണുമ്പോൾ വ്യക്തമാണ്. വലിയ കെട്ടിടങ്ങളൊക്കെ നിലം പൊത്തുന്ന ഒരു സാഹചര്യം. രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ പലയിടങ്ങളിലും ദുഷ്കരമാകാം. 100ലേറെ മരണം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ്. അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഉമൈബാൻ നമ്മളോട് പങ്കുവച്ചത്. അതേസമയം ഈ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ തായ്ലൻഡിൽ നടക്കാനിരുന്ന ബിംസ്റ്റെക് ഉച്ചകോടി മാറ്റിവെച്ചേക്കുമെന്നുള്ള വിവരം വരുന്നുണ്ട്. ബാങ്കോക്കിൽ ഏപ്രിൽ 2 മുതൽ 4 വരെയാണ് ബിംസ്റ്റെക് ഉച്ചകോടി നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഏപ്രിൽ 3 തായ്ലൻഡിലേക്ക് പോകാനും ഇരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിലൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളത് കൂടിയാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഭൂകമ്പം ഗുരുതരമായും ബാധിച്ചത്. ഏതെല്ലാം മേഖലയിലാണ് ഈ ഭൂചലനം